പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി. വേഗം വരാമെന്നുരച്ചി കാവ്യം ദീർഘാശ നൽകി. വേഗം എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ലെന്നും യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ലെന്നും യേശു മാത്രം സമ്പത്താകുന്നു. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ യേശു എന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല പിതാവിന്റെ ഇഷ്ടം ചെയ്തവനത്രേ എനിക്കുള്ളവ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിതരെ, മരണശേഷം നമുക്കൊരു നിത്യതയുണ്ട് എന്നുള്ള കാര്യം നാം ആരും മറന്നു പോകരുത്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ഈ ഭൂമിയിൽ ജീവിപ്പാൻ കർത്താവ് നൽകുന്ന അവസരങ്ങൾ യേശുക്രിസ്തുവിലൂടെ പാപമോചനം പ്രാപിച്ച് യേശുക്രിസ്തുവിന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതപ്പെട്ടവരാണ്. ദൈവരാജ്യത്തിന് വേണ്ടി അനുദിനം ഒരുങ്ങുവാൻ തക്കവണ്ണം കർത്താവ് ഈ പകൽക്കാലം നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളിലൂടെ കേട്ട ദൈവവചനം അതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ആകയാൽ ജീവിതത്തിൽ ലഭിക്കപ്പെടുന്ന ഏറ്റവും വിലപ്പെട്ട അവസരം തള്ളിക്കളയാതെ ഇന്ന് നീ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ ഹൃദയത്തെ കഠിനമാക്കി ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു വ്യക്തിയായിട്ടല്ല, ദൈവവുമായിട്ടുള്ള ബന്ധത്തില് ദൈവവചനത്തിൽ നിത്യജീവനുണ്ട് എന്ന് മനസ്സിലാക്കി ദൈവവചന പ്രകാരം ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഒരു ദൈവവേദനായി നിലകൊള്ളും.